സോളാറിലെ KSEBിയുടെ നയമാറ്റം സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും. 2020 സോളാർ നയം 2025 മാറ്റിമറിക്കുവാൻ റെഗുലേറ്ററി കമ്മീഷൻ കരട് പുറപ്പെടുവിച്ചു. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തുവാനുള്ള തിരക്കിട്ട നീക്കമാണ് കമ്മീഷൻ നടത്തുന്നത്. 2020 സോളാർ നിയമം അനുസരിച്ച് ഗാർഹിക ഉപഭോക്താക്കൾക്ക് നെറ്റ് മീറ്ററിംഗ് സമ്പ്രദായമാണ് നടപ്പിലാക്കി വന്നിരുന്നത്. പകൽ സമയങ്ങളിൽ ഉപഭോക്താക്കൾ പുരപ്പുറ സോളാറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBിയുടെ ഗ്രിഡിലേക്ക് നൽകും. ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള വൈദ്യുതി ഗ്രിഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാം. മാസത്തിൽ കണക്കെടുക്കുമ്പോൾ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയും ഉപയോഗിച്ച വൈദ്യുതിയും തട്ടിക്കിഴിച്ച് മിച്ചമുള്ള വൈദ്യുതി ഉപഭോക്താവിൻ്റെ എനർജി ബാങ്കിൽ ബാലൻസായി രേഖപ്പെടുത്തും. അടുത്ത മാസം ഉൽപ്പാദനം കുറഞ്ഞാലും എനർജി ബാങ്കിൽ നിന്നുള്ള വൈദ്യുതി എടുത്ത് ബില്ല് ബാലൻസ് ചെയ്യാൻ കഴിയും. ഇത് ഗാർഹിക സോളാർ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു. നെറ്റ് മീറ്ററിംഗിലെ ആകർഷണമാണ് കേരളത്തിൽ സോളാർ പദ്ധതി ജനപ്രിയമാകുവാൻ കാരണം. കേന്ദ്ര സർക്കാരിൻ്റെ 78,000 രൂപ സബ്സിഡിയും 7% നിരക്കിൽ ലോൺ സൗകര്യവും വന്നതോടെ സാധാരണക്കാർ പോലും സോളാറിലേക്ക് മാറിത്തുടങ്ങി. കേരളത്തിൽ ഏകദേശം 2 ലക്ഷത്തിൽ പരം സോളാർ ഉപഭോക്താക്കളാണ് നിലവിലുള്ളത്. സോളാർ രജിസ്ട്രേഷൻ ദിനംപ്രതി വർദ്ധിക്കുകയുമാണ്. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയും. ഇതിൽ 78,000 സബ്സിഡി ലഭിക്കും. സോളാർ മേഖലയിൽ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ജോലി നോക്കുന്നത്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി കൂടിയാണ് സോളാർ റിന്യൂവബിൾ എനർജി മേഖല. സോളാർ പദ്ധതി കേരളത്തിൽ വ്യാപകമായതോടെയാണ് KSEB നയം മാറ്റം തുടങ്ങിയത്. തുടക്കത്തിൽ മീറ്ററുകൾ ഉപഭോക്താക്കൾക്ക് നൽകാതെ പദ്ധതി മരവിപ്പിക്കുവാൻ ശ്രമിച്ചു. ഇത് നടക്കില്ലെന്ന് വന്നപ്പോൾ 2020 നിയമം തന്നെ മാറ്റാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു. കമ്മീഷന്റെ കരട് നിയമം നടപ്പിലാകുന്നതോടെ കേരളത്തിൽ സോളാർ പദ്ധതി തന്നെ ഇല്ലാതെയാകും. പുതിയ നിയമത്തിൽ നെറ്റ് മീറ്ററിംഗ് 3 കിലോവാട്ട് വരെയാക്കി ചുരുക്കി. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിന് 5 കിലോവാട്ട് സോളാർ പ്ലാന്റെങ്കിലും ആവശ്യമാണ്. പുതിയ നിയമം അനുസരിച്ച് 5 കിലോവാട്ടിന് നെറ്റ് ബില്ലിംഗ് സമ്പ്രദായമേ പാടുള്ളൂ. ഉപഭോക്താക്കൾ നൽകുന്ന വൈദ്യുതിക്ക് കുറഞ്ഞ തുകയും ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൂടുതൽ തുകയും ഈടാക്കുന്ന നെറ്റ് ബില്ലിംഗ് രീതി ലാഭകരമല്ല. KSEBിക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന വാദം ഉയർത്തിയാണ് പുതിയ നിയമം KSEB നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമരം പ്രതിഷേധത്തിൻ്റെ ആഴം വെളിവാക്കുന്നു. ജനാധിപത്യ വിശ്വാസികളെ കേരളത്തിന്റെ ഊർജ്ജമേഖലയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേരളത്തിൽ കോടിക്കണക്കിന് രൂപ നികുതിയായി സർക്കാരിന് ലഭിക്കുന്ന മേഖലയാണിത്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ വിഭാഗങ്ങളിലായി ജോലി നോക്കുന്നു. പുതിയ നിയമം ചെറുപ്പക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. 2030 50% ഹരിതവൈദ്യുതി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം കേരളത്തിൽ നടപ്പിലാക്കാൻ KSEBിയുടെ പുതിയ നയം വിലങ്ങുതടിയാകും. ആശാവർക്കർമാരുടെ സമരത്തേക്കാൾ ശക്തമായ പ്രതിഷേധം സർക്കാരിന് നേരിടേണ്ടി വരും. വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സോളാർ ഉപഭോക്താക്കളുടെ പ്രതിഷേധം സർക്കാരിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. രാജ്യത്തിൻ്റെ ഭാവി ഊർജ്ജ മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന KSEBിയുടെ പുതിയ സോളാർ നയം തിരുത്തണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം.